നമസ്കാരം. കൃത്യം ഒരു മാസം തികയുകയാണ് അമേരിക്കൻ നിർമ്മിത F-35B തിരുവനന്തപുരത്ത് കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകളും സഹതാപവും ഒപ്പം ചർച്ചയിൽ നിറയുന്ന പലവിധ തിയറികളിൽ നിന്നും ശാപമോക്ഷം തേടിയാകാം ആ യുദ്ധവിമാനത്തിൻ്റെ തിരിച്ചുപോക്ക്. ജൂലൈ 14 വിമാനം കേരളത്തിലെത്തി കൃത്യം ഒരു മാസം തികയുന്ന അന്നേ ദിവസം തന്നെ വിമാനം വീണ്ടും പറത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ തിരിച്ചുപോക്കിന് വീണ്ടും 2 ദിവസം കൂടി സമയമെടുക്കും. തകരാറ് ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞു എന്നും അവസാനവട്ട നടപടിക്രമങ്ങളിലേക്ക് വിദഗ്ധ സംഘം കടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് അറിയുന്നത്. ജൂലൈ 14 തന്നെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം. ഇക്കാര്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ സംഘം അറിയിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ ഉണ്ട്. തകരാറുകൾ പരിഹരിച്ച ബുധനാഴ്ചയോടെ തന്നെ വിമാനം പറത്തിക്കൊണ്ട് പോകാനായിരിക്കും ശ്രമം. തകരാറ് പരിഹരിച്ച ശേഷം ലാൻഡിംഗ്, ടേക്ക് ഓഫ് എന്നിവയിൽ പരീക്ഷണം നടത്തി വിമാനം പറക്കലിന് പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളുമായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് 14 അംഗ സംഘം തിരുവനന്തപുരത്ത് എത്തിയത്. പോർവിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാനായില്ല എങ്കിൽ വിമാനത്തെ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് എത്തിക്കും എന്നായിരുന്നു ആദ്യ വാർത്തകൾ. ഈ വാദത്തെ UK പ്രതിരോധ മന്ത്രാലയം തള്ളി. വിമാനത്തെ വിലയിരുത്താനും അറ്റകുറ്റപ്പണിക്കുമാണ് എഞ്ചിനീയറിംഗ് ടീമിനെ വിന്യസിച്ചത് എന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും വ്യക്തമാക്കി. അടിയന്തര സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു വിമാനം ചരക്ക് വിമാനം വഴി കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്ത്യയോടുള്ള വിശ്വാസവും കരുതലും കൊണ്ട് തന്നെയാകാം UK അത്തരമൊരു തീരുമാനത്തിലേക്ക് മുതിരാത്തതും വിമാനം തുടരട്ടെ എന്ന് തീരുമാനിക്കാൻ ഇടയാക്കിയതും. എന്നാലും നിരവധി ട്രോളുകൾക്കും പരിഹാസ്യങ്ങൾക്കും കാരണമായാണ് F-35B മടക്കത്തിന് ഒരുങ്ങുന്നത്. കേരളം സുന്ദരമായ സ്ഥലമാണ്, എനിക്ക് ഇവിടം നിന്ന് മടങ്ങാൻ തോന്നുന്നില്ല എന്ന പരസ്യവാചകത്തോടെ F-35 ഉപയോഗിച്ച കേരള ടൂറിസം പരസ്യങ്ങൾ വരെ ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചെറുതും വലുതുമായ കമ്പനികളെല്ലാം F-35Bയെ പരസ്യത്തിനായി അങ്ങ് ഉപയോഗിച്ചു. ആഴ്ചകളോളം വെയിലും മഴയും കൊണ്ട ശേഷമാണ് UK-യിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം വിമാനത്തെ ഒടുവിൽ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി തുടങ്ങിയത്. ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35B വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. ഇതിനിടെയാണ് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിക്കുന്നത്. വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയായിരുന്നു. ഏത് രാജ്യവും സ്വന്തമാക്കാൻ കൊതിക്കുന്ന F-35B പോർ വിമാനം ജൂൺ 15 മുതൽ മഴയും വെയിലുമേറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രദർശന വസ്തു പോലെ കിടക്കുകയായിരുന്നു. ഇന്ത്യയിൽ ലഭിച്ച സുരക്ഷയിലും രഹസ്യങ്ങൾ ചോർത്തില്ല എന്ന വിശ്വാസത്തിലും തന്നെയാണ് ബ്രിട്ടനും അമേരിക്കയും അപ്പോഴും ആത്മവിശ്വാസത്തിൽ തുടർന്നത്. F-35Bക്ക് സംഭവിച്ച ഗതികേടിനെ കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം ചോദ്യമുയർന്നപ്പോൾ ഒരു ശത്രു രാജ്യത്തായിരുന്നു ഈ ലാൻഡിംഗ് നടന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചർച്ചകൾ പോലും ഉണ്ടായി. അവിടെയായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നേരും നെറിയും വീണ്ടും ചർച്ചകളിലെത്തിയത്. ശത്രുവിൻ്റെ റഡാർ കണ്ണുകളെ പോലും വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളതാണ് ഈ ഒരു വിമാനം. ഈ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അതും ഇത്രയും ദിവസങ്ങൾ തുടരുക എന്നത് തന്നെ ലോകമാകമാനമുള്ള പ്രതിരോധ വിദഗ്ധരുടെ ചർച്ചകളിൽ നിറഞ്ഞ വലിയ സംഭവമായിരുന്നു. ആ യുദ്ധവിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാനാകാതെ തിരിച്ച് സ്വന്തം രാജ്യത്ത് എത്താനായാൽ അത് ഇന്ത്യക്കും അഭിമാനിക്കാനാകുന്ന ഘടകമാകും.